Konnichiwa, Japan Diaries by Chee Chaയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ജപ്പാനിലെ വളരെ ഫേമസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് യാക്കിനിക്കു. യാക്കിനിക്കു കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് യാക്കിനിക്കു റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. ആക്ച്വലി ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡും ഇവിടെ യാക്കിനിക്കു ആണ്. യാക്കിനിക്കു എന്ന് വെച്ചാൽ മീറ്റിനെ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് യാക്കിനിക്കു കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് യാക്കിനിക്കു കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഹെയ്ജോൻ എന്ന ഈ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ നമുക്ക് പോകാം ഉള്ളിലേക്ക്. ലഞ്ച് മെനു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബീഫ് ഐറ്റംസ് ആണ്. ഇവിടെ മാസ്ക് കേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരം നമ്മുടെ മാസ്ക് ഊരിയിട്ട് ഇതിൽ സുരക്ഷിതമായിട്ട് വെക്കാം. പുറത്തൊന്നും വെച്ചിട്ട് അഴുക്കൊന്നും പറ്റണ്ട. നമ്മൾ നാട്ടിലൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പോയിട്ട് കൈ കഴുകിയിട്ട് വന്നിരിക്കുമല്ലോ. ഇവിടെ അങ്ങനെയല്ല. ഇതുപോലെ ഒരു വെറ്റ് ടവൽ തരും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കൈ ക്ലീൻ ചെയ്യേണ്ടത്. കൈയും മുഖത്ത് നല്ല വെറ്റാണ്. പിന്നെ ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കൈയും മുഖമൊക്കെ ക്ലീൻ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പം അവർ തീ ഓണാക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് തീ കത്തി തുടങ്ങുന്നു. ഇവിടെയാണ് അവർ തീ ഓണാക്കിയത്. നമ്മുടെ ടേബിളിൻ്റെ തീ ഓണാക്കിയത് ഇവിടെയാണ്. ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും. അപ്പം ഒരു യാക്കിനിക്കു സെറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതിലുള്ളത് റൈസ് ജാപ്പനീസ് റൈസാണ്. കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ജാപ്പനീസ് റൈസ് സ്റ്റിക്കിയാണ് ഒബ്വിയസ്ലി. പിന്നെ മിസോ സൂപ്പ്, പിന്നെ ബീഫ്. ഈ ബീഫ് നമ്മൾ ഇതിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കണം. പിന്നെ പിക്കിളുണ്ട്. പിന്നെ സാലഡ് ഉണ്ട്. പിന്നെ ഇതെന്താണ്? ഇത് ആക്ച്വലി എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് പൊട്ടിച്ച് നോക്കുമ്പോൾ പറയാം. പിന്നെ യാക്കിനിക്കുവിൻ്റെ കൂടെ കഴിക്കാനുള്ള ഗ്രില്ല് ചെയ്തിട്ട് ഒഴിക്കാനുള്ള സോസസ് ഇവിടെ വെച്ചിട്ടുണ്ട്. സോസ് ഇത് സോയ് സോസ് ആണെന്ന് തോന്നുന്നു. ഹോട്ട് സോസ്, പിന്നെ എന്തോ ഒരു സാധനം കൂടിയുണ്ട്. അത് ലൈം ജ്യൂസ് ആണോ? ഐ തിങ്ക് ഇത് ലൈം ജ്യൂസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നീ ഇത് ഒബ്വിയസ്ലി ഫുഡൊക്കെ നമ്മുടെ ദേഹത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. പിന്നെ ചോപ്സ്റ്റിക്സ്. ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചോപ്സ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഞാൻ മുമ്പേ പിക്കിൾ എന്ന് പറഞ്ഞില്ലേ, ഇത് ആക്ച്വലി കിംച്ചിയാണ്. പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ യാക്കിനിക്കു ഒക്കെ കഴിക്കാൻ പോകുമ്പം കോമൺ ആയിട്ട് കിട്ടുന്ന രണ്ട് സാധനമാണ് കിംച്ചിയും ഇതും. അനുവേട്ടൻ സൂപ്പ് കുടിക്കുന്നു. മിസോ സൂപ്പ് ഞങ്ങൾ രണ്ടിൻ്റെയും ഫേവറേറ്റ് ആണ് ആക്ച്വലി. നല്ല ടേസ്റ്റാണ്. മിസോ പേസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലും ഉണ്ടാക്കാറുണ്ട് മിസോ സൂപ്പ്. ഓക്കെ, ഹോട്ട് സോസും ലെമണും ആണ് അനുവേട്ടൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അനുവേട്ടൻ ഈ ബീഫ് ഗ്രില്ല് ചെയ്തിട്ട് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ട് സോസും ലെമണും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. മിസോ സൂപ്പ് സൂപ്പർ.
എപ്പോഴും ഇഷ്ടമാണ് മിസോ സൂപ്പ്. എവിടെ പോയി കഴിച്ചാലും ഏത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചാലും വീട്ടിലുണ്ടാക്കിയാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മിസോ സൂപ്പ്. ആക്ച്വലി ഇതിൽ ഓൾറെഡി എന്തോ ഒരു സോസ് ഒഴിച്ചിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്, ആ ഒരു നല്ല ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം എൻ്റേതും കൂടി ഇവിടെ കിടന്നു. ഹനുവേട്ടൻ ഇവിടെ ആകുന്നു. സോയ് സോസ് ഉണ്ട്. എങ്ങനെയുണ്ട് വേട്ടി? ഇവനായും തോന്നുന്നു. സൂപ്പർ. എൻ്റെ വയലിങ്ങനെ മെൽറ്റായി പോന്നു. നമുക്ക് നൊരി എടുക്കാം. ഒരു നൊരി ഷീറ്റ് ഇങ്ങനെയാണ് ഉള്ളത്. നമുക്കൊരു നൊരി എടുത്ത് റൈസിനകത്ത് ഇടാം. നൊരി ഡ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സീവീഡാണ്. അത് ജാപ്പനീസ് ക്യൂസൈനിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോസിനകത്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്യാം. ഗ്രില്ല് ചെയ്ത ബീഫിനെ ഇങ്ങനെ നന്നായിട്ട് സോസിൽ മുക്കി സൂപ്പർ. എന്നിട്ട് അതൊന്ന് കടിച്ചൊരു പാതിയാകുമ്പോഴത്തേക്കും ഈ നോരിയിട്ട് മിക്സ് ചെയ്ത റൈസും കൂടെ സൂപ്പർ. ജാപ്പനീസ് ബീഫാണ് വാഗ്യു. അത് പല ഗ്രേഡിലുണ്ട്. അതിൽ A5 ആണ് ഏറ്റവും ക്വാളിറ്റി കൂടിയത്. മെൽറ്റ് ഇൻ മൗത്ത് എഫക്റ്റ് ആണ് വാഗ്യു കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കഴിക്കുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോവും. ഈ വാഗ്യു ബീഫ് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ വായിച്ചത് ഇങ്ങനെ മെൽറ്റായി പോകും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ആക്ച്വലി ഈ ജപ്പാനിൽ വന്നിട്ട് കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും യാക്കിനിക്കു, ഈ ബീഫ് ഗ്രില്ല് ചെയ്തതാണെന്ന് തന്നെ. എസ്പെഷ്യലി വാഗ്യു ബീഫ്. വാഗ്യു ബീഫിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് ആക്ച്വലി പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പം എന്തായാലും ജപ്പാനിൽ വരുവാണെങ്കിലും അല്ലെങ്കിൽ ജപ്പാനിലുള്ളവർ യാക്കിനിക്കു കഴിക്കാൻ പോകുമ്പോഴും ഉറപ്പായിട്ടും വാഗ്യു ബീഫ് ട്രൈ ചെയ്യണം. ഇപ്പോൾ എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ടീ നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട്.